ഓയ് ഓയ് അളിയോ അളിയനായിരുന്നു. ഞാൻ പറഞ്ഞത് മീൻകാരനായിരിക്കുന്നു കൂക്കിട്ടപ്പോഴേ. അല്ല ഈ തീർത്ഥയാത്ര പോയവരൊക്കെ ഇത്ര പെട്ടെന്ന് ഇഞ്ഞ് പോന്നോ? അപ്പം പാവങ്ങളൊന്നും ഏറ്റു പറഞ്ഞില്ലേ? പാവങ്ങളൊക്കെ പറഞ്ഞു കുറച്ചുകൂടെ നേരത്തെ വരായിരുന്നു. പിന്നെന്ത് തങ്കം പാവം പറഞ്ഞിട്ട് തീരുന്നില്ല. നിന്റെ കാര്യമല്ലേ? ഓ അത് ശരി. എങ്ങനെ ഉണ്ടായിരുന്നു യാത്രയൊക്കെ? അപ്പൊ നീ അറിയണ്ടല്ലോ. ഞാൻ അറിയേണ്ട കാര്യമില്ലെന്നാ. പിന്നെ ആരാണ് കാര്യങ്ങളൊക്കെ അറിയണേ? എന്റെ ഭാര്യയും കുട്ടിയൊക്കെ നിങ്ങളുടെ കൂടെ വന്നതല്ലേ, പിന്നെ കാര്യങ്ങൾ അറിയണ്ടേ? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നു. മലക്കറിയൊക്കെ മേടിച്ചാ നീ? പിന്നെ എങ്ങനെയാ കളിയാ കാര്യങ്ങൾ? ഒരു വന്നതിൻ്റെ എത്രയായി? വണ്ടിക്കും ഫുഡിനും എല്ലാം കൂടെ വണ്ടിക്കും ഫുഡിനും എല്ലാം കൂടെ എത്രയായിരുന്നു പറ. നീ കളിക്കല്ലേ, പറ എത്രയായി? കളഞ്ഞിരിക്കാ അത് പിടിച്ചു വരച്ചാ. ഞാൻ പറഞ്ഞ വഴിക്ക് ഒരു ATM-ൻ്റെ വാതിൽ പറഞ്ഞാൽ അതിൽ കൂടെ പൈസ ഇങ്ങനെ ഒഴുകിങ്ങനെ വരുമായിരുന്നു. അങ്ങനെ കുറച്ചിങ്ങനെ എടുത്ത് കുറച്ച് സഞ്ചിക്കകത്ത്. നീ കളിക്കാതെ കാര്യം പറ, എത്രയായെന്ന് പറ. എത്രയായെന്ന് പറ. നാളെ പിന്നെ വന്നിട്ട് മറ്റേ ഞാൻ കണക്ക് പറയരുത്. അവളെ കൊണ്ടല്ലേ ഞാൻ പോയത്, അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. എനിക്ക് വേണ്ട, പൈസ വേണ്ട എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അതെ അമ്മാവാ ഇങ്ങനെ വേണ്ട, എന്നോട് മിണ്ടണ്ട. നീ കാലടിയും പിടിച്ചും പറഞ്ഞില്ല എന്നോട് വരാൻ. നമുക്ക് വരാൻ സമയം കിട്ടിയില്ലോ. ഇങ്ങനെ ഒരു മരം വേണ്ട അമ്മാവ. ഇത് ഞാൻ പഴയ പോലെയാണ്, എനിക്ക് നല്ല തിരക്കല്ലേ. പിന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണല്ലോ. പ്രധാനമന്ത്രിക്ക് വരെ ആരെങ്കിലും കാണുന്ന സമയമുണ്ട്, പിന്നെ അതിനും സമയമില്ല. ഈ അമ്മാവൻ എന്തറിഞ്ഞിട്ടാണ്? പ്രധാനമന്ത്രിക്ക് എന്ന് പറഞ്ഞാൽ 10-15 കയ്യാളുണ്ട്. എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ പോകേണ്ടത് ഞാൻ തന്നെ പോകണം. പൊയ്ക്കോ, ഈ എവിടേക്കാച്ചോ പൊക്കോ. ഞാനിപ്പോ ഇവരോട് പറഞ്ഞോണ്ടിരിക്കുകയാണ്, അവിടെ നിന്ന് ഒരു കുട്ടിയും തള്ളയും വന്നല്ലോ, അതിന്റെ ചെലവ് എത്ര വെച്ചു അത് പറഞ്ഞു. പൈസ കിട്ടി. അതെ അല്ല, കുരിശുവാണെങ്കിൽ അവസാനം ഞാൻ തൂങ്ങേണ്ടി വരരുത്. അയ്യോ അതാണ് സ്ഥിരം പരിപാടി ഇവിടെ. കാശായിട്ട് അതെനിക്കറിയാൻ വയ്യ. അല്ല, എന്റെ ഇത്തിരി നല്ല കാശ് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കൊക്കെ അങ്ങ് സമാധാനക്കേടാണ് അല്ലേ? എപ്പോ കാശ് വന്നിട്ട് അതിന്റെ പുറകെ ഞാൻ പോയിട്ട് വന്നിട്ടുണ്ട്. നീ ഇപ്പൊ അത് അങ്ങോട്ട് കയറി എണ്ണണ്ട. നിനക്ക് ഇപ്പൊ എത്ര തരണമെന്ന് പറയാം. എനിക്കൊന്നും വേണ്ട. എടാ എന്ന് പറഞ്ഞാൽ പറ്റൂലേ? നാളെ അവൻ കണക്ക് പറയും അമ്മാവാ. ഇതിപ്പോ എന്താ നീ എന്നിങ്ങനെ പറയാറുണ്ടോ? 10 പൈസയിലേക്ക് വന്നിട്ട് കഞ്ചി ചോദിക്കാറുണ്ടല്ലോ. എവിടുന്നെങ്കിലും ഉടായ്പിലെ കുറച്ച് കാശ് ഉണ്ടാക്കിയിട്ട് വന്നാൽ നെളിപ്പോടും. അതെ, കാശ് ഉണ്ടാക്കിയത് ഉടായ്പാണ് അല്ലെന്ന് അമ്മാവ് അറിഞ്ഞില്ലല്ലോ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയണ്ട. തങ്കം വിളിച്ചിട്ട് പോ. വെറുതെ കൈമേൽ കിടക്കുക. വേണമെങ്കിൽ ഇത് വാങ്ങിരുന്നാ ഇതില് പുതിയ 100-ന്റെ നോട്ടൊക്കെ ഉണ്ട്. ഇതാണ്ടാ ആദ്യമായിട്ട് കണ്ടതിൻ്റെതാ. വിളിച്ചിട്ട് പോടി അവനെ. എന്താ കാര്യം? എന്താ നിന്നെ മോളെയും കൂടെ ഞാൻ അമ്പലത്തിൽ കൊണ്ടുവരുന്ന പൈസ എനിക്ക് തരാൻ പോകണം, ചെലവ്. എന്നെ ചുമ്മാ പറ്റൂലല്ലോ. നാളെ എനിക്കത് നാളെ പിന്നെ പൈസ എന്ന് പറഞ്ഞ് വരരുത് കളിയാ. ഉള്ള ആരും ഞാൻ പറഞ്ഞേക്കാം. ഇഷ്ടം കാലുള്ള ചെലവൈസ കാശൊക്കെ കറക്റ്റ് തരണ ഒരു മരുന്ന്. ഇതിപ്പോ ആരെയും പറ്റിച്ച് മൊട്ടിച്ച് കൊണ്ടുവന്ന സാധനമാണ്. ഇനി ഞാൻ കണക്ക് പറഞ്ഞ് പലിശ കൊടുക്കേണ്ടി വരും. എന്താ നീ നോക്കണത്? കർത്താവേ, അത് നേരത്താണെന്തോ. അതെ, അവനോട് പൈസ വല്ലതും വേണമെങ്കിൽ എന്നോട് നിന്ന് ഇപ്പം വാങ്ങിച്ചോളാൻ പറയണം. എൻ്റെ കയ്യിരിക്കണ ഈ കാശ് തീർന്നിട്ട് പിന്നെ കാശ് എന്ന് പറഞ്ഞ് കണക്ക് പറയാൻ വന്നാൽ എൻ്റെ വിധം മാറും. പൈസ കിട്ടിയ അഹങ്കാരം ആണടി, ആണ്. എങ്ങാണ്ടൊന്നും അല്ല, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ അടി. ഇന്നൊരു ദിവസം കൊണ്ട് ലോകമൊന്നും അവസാനിക്കില്ല. നാളെ ദിവസങ്ങളുണ്ട്. നാളെ കഴിഞ്ഞ് മറ്റന്നാളും ഉണ്ട് ദിവസങ്ങൾ. പക്ഷേ ആളുകൾ എന്നും ഉണ്ടാവും എന്നൊന്നും പറയാൻ പറ്റൂല കേട്ടോ. ലോകമൊക്കെ ഇവിടെ തന്നെ എങ്ങനെ ഉണ്ടാവും. എനിക്ക് നിങ്ങളോട് സംസാരിക്കണ്ട, പോ. പിന്നെ എനിക്ക് കൊതിയായിട്ടിരിക്കുകയല്ലേ നിന്നോട് സംസാരിച്ചിരിക്കാൻ. ഞാൻ വല്ല ഊമയായിരുന്നെങ്കിൽ നിനക്ക് ഏറ്റവും സന്തോഷമായിരുന്നു. എനിക്ക് തോന്നുന്നത് അത് തന്നെ. ഇവിടത്തേക്ക് വാങ്ങിച്ചാൽ പിന്നെ പച്ചക്കറി ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഹലോ ഹലോ സാറേ, ഞാൻ വിളിച്ചത് Alien versus Alien.